ഇവിടെ ആണല്ലോ പറഞ്ഞ സ്ഥലം. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. ഈ പയറ കണ്ടോ നീ? പിന്നെ സുരേഷ് അണ്ണേ. വീട് എവിടെ? നേരെ അങ്ങോട്ട്. അങ്ങോട്ടാ? ആ ശരി, വലിയ പറയാം കേട്ടോ. ശരി. പൊടിയാ. ഇയാളങ്ങനെ ആളങ്ങനെ പാവുന്നല്ലേ? പഞ്ചപാവം ആണാ? ആ ശരി. ശരി. ഞാൻ രവി പറഞ്ഞിട്ട് വരാം. രവിക്ക് നിങ്ങളൊരു 10,000 കൊടുക്കാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ അവന്റെ കടയിലും പോക്കില്ല. നിങ്ങളെ കാണാനില്ലാത്തതുകൊണ്ടാവും എനിക്ക് നിങ്ങളെ ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങളെ ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ഞാൻ വന്നത്. ഊടായ്പ പരിപാടി നടക്കുക. പൈസ കൊടുക്കണം എത്രയും പെട്ടെന്ന് അവന്റെ. രായമേര വീട് ഇവിടെ അല്ല, കുറച്ചങ്ങ് അപ്പുറത്താണ്. അവിടെ പട്ടിയുണ്ട്, നീ സൂക്ഷിച്ചോണം പോവാൻ. സുഹൃത്തെ, രായമേര വീടല്ല ഞാൻ ചോദിച്ചത്, രവിക്ക് കൊടുക്കാനുള്ള പൈസയാണ് ചോദിച്ചത്. രായമേര ഭർത്താവേ അടിച്ച് ഫിറ്റായാണ് നിൽക്കുന്നത്, നീ സൂക്ഷിച്ചാണോ അവിടെ പോവാൻ. അല്ലെങ്കിൽ നിനക്ക് വല്ല ഇടി വല്ലതും കിട്ടും. അല്ലേ എന്റെ പൊന്ന് സുഹൃത്തെ, രവിക്ക് കൊടുക്കാനുള്ള പൈസയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ രായമേര വീടല്ല. രായമേര വീട്ടില് പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആടുണ്ട്. നിനക്കെന്താ ചെവിയായിട്ടൂടെ പറയണത്? ഹലോ, എടാ രവിയണ്ണ, എടെ അവൻ മാതിക്കും മരവിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് ചെവിയായിട്ടൂടെ? പിന്നെ അവൻ സംസാരിക്കണതാ. ഓഹോ, എഴുതി കാണിക്കാനാ? എഴുതി കാണിക്കാൻ എനിക്ക് എഴുതാ അറിയണ്ടേ? നീ എന്നെ വല്ലാത്ത. ഞാൻ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടു. നേരത്തെ അതൊക്കെ നിനക്ക് പറഞ്ഞുകൂടെ? ശരി ശരി. എന്റെ പൊന്നു സുഹൃത്തെ, രായമല്ല, രവി. നമ്മളെ രവി അറിഞ്ഞു? രവി, നീ കടയിൽ സാധനമൊക്കെ വെച്ചു കൊടുക്കാൻ നിന്ന് രവി അറിയാമാ? അതല്ലേ ഞാൻ പറഞ്ഞ, രായമേര വീട് അപ്പുറത്താണെന്ന്. അയ്യോ എന്റെ പൊന്നറിയാ അണ്ണാ, കാല് പിടിക്കാം. രവി അറിഞ്ഞു? പലവ്യഞ്ജനം ഇങ്ങനെ പലവ്യഞ്ജനം എങ്ങനെ കാണിക്കുമെന്ന്. ഇവിടെ പലവ്യഞ്ജനം അറിഞ്ഞു? പലവ്യഞ്ജനം ഈ എടാ, അങ്ങനെ ഒരു സാധനം അവന് നീ പൈസ കൊടുക്കണുണ്ടാ? കടയിൽ ഇല്ലേ നിന്നില്ലേ? അപ്പൊ 5000 രൂപ. 5 മണിക്ക് അവൾ അവിടെ കാണൂല, അവള് കുളിക്കാൻ വെക്കാണ്. നിങ്ങൾ എവിടെ നിന്ന് വരണത്? ഞാൻ നിങ്ങളെ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് വല്ലതും പറയണോ? വീട് ഞാൻ വേണമെങ്കിൽ കൊണ്ട് കാണിച്ചു തരാം, നീ വാ. എടാ പട്ടി തെണ്ടി നാറി, നിന്നെ വീടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് രവിക്ക് കൊടുക്കാനുള്ള പൈസയാണ്, അല്ലാതെ നിന്നെ എന്റെ സുഖം മാറിക്കൊണ്ടിരിക്കണം. നീ എന്നെ ചീത്ത വിളിക്കണാടാ? എനിക്ക് നിന്റെ ചുണ്ടനെങ്കിലോ മനസ്സിലായല്ല. അവന് പൊട്ടനല്ല, അവൻ കാത് പോലും കേൾക്കാൻ പാടില്ല. ഇവൻ പൊട്ടനല്ല, ഇവന് തലയ്ക്ക് സുഖമില്ല. നമ്മള് ഒരാളെ പൈസ വാങ്ങിട്ട്